അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. സുരക്ഷ ഒരുക്കാൻ ചുമതലപ്പെട്ടവർ, നിയമപാലനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ പെരുമാറിയാൽ മതിയോ? നോക്കൂ, ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ജോർജ് ജോസഫ് സാർ പറയുന്നതൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് കേട്ടിരുന്നു. അദ്ദേഹം ആ കോഴ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അവർ നേരിടുന്ന മാനസിക പ്രയാസങ്ങളും അവർ നേരിടുന്ന മറ്റുള്ള കാര്യങ്ങളുടെ കുറവുകളും ഒക്കെയാണ് പറഞ്ഞത്. സർക്കാർ ഉദ്യോഗസ്ഥ സംവിധാനത്തിനകത്ത് സർക്കാരിന്റെ വിവിധ മേഖലകളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പോലീസ് സംവിധാനത്തിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ആ വിഷയങ്ങൾ നേരിടുന്നുണ്ട്. ഈവൻ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫുകളുടെ ഇടയിൽ പോലും അതുണ്ട്. അതൊക്കെ സർക്കാർ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ എന്താണ് പ്രശ്നം? ഇന്ന് കോടതി നിരീക്ഷണം നേരിട്ട രണ്ട് വിഷയങ്ങൾ എന്താണ്? പോലീസിന്റെ നടപടികൾ അത് ഒരു പ്രതിയോടോ വാദിയോടോ വക്കീലിനോടോ എന്നുള്ളതല്ല, പൊതുസമൂഹത്തിനോട് പോലീസിന്റെ നിലപാടുകൾ ഈ 8 വർഷമായിട്ട് നമ്മൾ പരിശോധിക്കണം. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നടന്നിട്ടുള്ള ക്രൈമുകളിൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം, രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് BJP-യുടേതായതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അപ്പുറത്ത് അതിനെ എതിർക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊണ്ട് നിങ്ങൾ അതിന് കൃത്യമായി ഒന്ന് പഠിച്ചേ. കേരളം എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ നമ്മൾ ഇരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഗുണ്ടകൾ, അതേപോലെ തന്നെ കഞ്ചാവ്, അതേപോലെ തന്നെ MDMA അടക്കമുള്ള കാര്യങ്ങൾ, ബലാത്സംഗ കേസുകൾ, സ്ത്രീ പീഡനങ്ങൾ, മറ്റ് ക്രൈമുകൾ, ഇതിനൊന്നും ഒരു ക്ഷാമമില്ലാതെ യഥേഷ്ടം തുടരുകയാണെന്ന്. ഇപ്പതേ ഒരു പോലീസുകാരനെ പിടിക്കുന്ന ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിലാണ്. കാപ്പ പ്രതി ആള് തെറ്റി ഒരാളെ കൊല്ലുന്നു. ഇത്യാദി കാര്യങ്ങളിൽ ഇവർ മൗനം പാലിക്കുന്നു. ഒരു വിഷയത്തിൽ, ഒരു കേസിൽ, ഇപ്പൊ ഒരു സാധാരണക്കാരനാവുമ്പോൾ ഒരു കേസിൽ പെട്ടാൽ സ്വാഭാവികമായിട്ട് വക്കീലിനെ കാണും, വക്കീൽ അവിടെ പോയി ചോദിക്കും, കാര്യം ചോദിക്കുമെന്നേ. അപ്പൊ ഇവരുടെ ആറ്റിറ്റ്യൂഡും എന്നാൽ ഗുണ്ടകളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണം. അത് ഏത് മാനസിക പ്രയാസത്തിന്റെ പ്രശ്നത്തിലാ? ഒരു മാനസിക പ്രയാസവും അല്ല. ഭരണകർത്താക്കളായിരിക്കുന്ന ആളുകളുടെ വിടുപണി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തുമാകാം എന്ന് പറയപ്പെടുന്ന ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റം, സമീപനം പോലീസ് സംവിധാനത്തിൽ ഇന്നതിലും തുടങ്ങിയൊന്നുമല്ല, നിരവധി വിഷയങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. ശ്രീജിത്തിനെ തട്ടിക്കൊണ്ടുപോയി, വരാപ്പുഴ ശ്രീജിത്ത്, നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഒരു കാര്യമാണ്. ആ ചെറുപ്പക്കാരനെ ആള് തെറ്റിക്കൊണ്ടുപോയി അതിനെ കൊന്നു. ആ പോലീസ് ഓഫീസർക്ക് സർക്കാർ കൊടുത്തിട്ടുള്ള സംഭവം എന്താ? സസ്പെൻഡ് ചെയ്തോ? കുറച്ച് നാളത്തേക്ക് ഡിസ്മിസ് ചെയ്തോ? ഇല്ലല്ലോ, തിരിച്ചു വന്നു അദ്ദേഹം. ഒരു പ്രണയത്തിന്റെ പേരിൽ ഒരു കെവിൻ എന്ന് പറയപ്പെടുന്ന കുട്ടി മരിച്ച വിഷയം, അങ്ങനെ നിരവധി വിഷയങ്ങൾ എടുത്തോ. ഇവർ കാണിക്കുന്നത് മുഴുവൻ ഒരു തരം വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളും രാഷ്ട്രീയ സ്വാധീനത്തിനെ അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയുമാണ് കേരളത്തിൽ 8 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയ സംവിധാനത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇതെവിടെയാ മാറ്റം വരേണ്ടത്? DGP വിചാരിച്ചാൽ മാറ്റം വരില്ല സർ. DGP വിചാരിച്ചാൽ മാറ്റം വരും മറ്റുള്ള സിസ്റ്റം എന്നുള്ള രീതിയിൽ. മറ്റു കാര്യങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാക്കേണ്ടത്? സർക്കാർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ നിന്നാണ് കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കേണ്ടത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ രാഷ്ട്രീയം പറയുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം മാത്രം പറയാമെന്ന് വിചാരിക്കരുത്. ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൽ 100%, ഒരു 99 പോലും കൊടുക്കാനില്ല, 100% പരാജയത്തിലാണ്. കാരണം അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളുടെ ഏകോപനം അടക്കമുള്ള കാര്യങ്ങൾ നിയമപാലകർ എന്നല്ലേ ഇവരെ വിളിക്കുന്നത്. ആ നിയമപാലനം നടപ്പിലാക്കേണ്ട വ്യക്തികൾ, അത് കൃത്യമായി നടപടിയെടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ട വ്യക്തികൾ, അവർ കണ്ണടക്കേണ്ടവിടത്തല്ല കണ്ണടയ്ക്കുന്നത്, കണ്ണടയ്ക്കാണ്ടിടത്ത് കണ്ണടയ്ക്കുന്നു. അവർ കൈകാര്യം ചെയ്യേണ്ടത് ഈ വക്കീലന്മാരുടെ അടുത്തല്ല, അവർ സാധാരണക്കാരുടെ അടുത്തല്ല, ജനങ്ങളുടെ അടുത്തല്ല, സാധാരണക്കാരായിട്ടുള്ള സമാധാനപ്രിയരായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നേരെയല്ല, അവർ ഗുണ്ടകൾക്ക് നേരെയാണ് അക്രമം നടത്തുന്നുണ്ടെങ്കിൽ അവർ ചെറുതായിട്ട് അവരൊന്ന് ഭാഷ മാറിയെങ്കിൽ നമ്മളൊരു കുറ്റം പറയില്ല, അത് നല്ലതിനാണെന്ന് പറയാം. ചില സമയത്ത് അങ്ങനെയാണല്ലോ. അവർ ഒരു ബലാത്സംഗം കഴിഞ്ഞു വന്നൊരു സ്ത്രീയെ ഉപദ്രവിച്ച് വന്നവനെ തലോടി വിളിക്കണമെന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. ഒരു കഞ്ചാവ് കച്ചവടം നടത്തി ചെറുപ്പക്കാരായിട്ടുള്ള യുവതി യുവാക്കളെ ദോഷത്തിലേക്ക് നയിക്കുന്ന ഒരുത്തൻ കൊണ്ടുവന്നാൽ അവന് പൂവിട്ട് പൂജിക്കണമെന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്ന കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഇവർ നിയമം നടപ്പിലാക്കുന്ന സമയത്ത് ഇവർ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഈ സ്വഭാവങ്ങളെ രാഷ്ട്രീയപരമായിട്ട് തന്നെ തിരുത്തേണ്ടതാണ്. അത് സർക്കാർ മുന്നോട്ട് വഹിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് മുന്നോട്ട് വഹിക്കുക? ആഭ്യന്തര വകുപ്പിൽ ഒരു മന്ത്രി ഉണ്ടല്ലേ, ആ മന്ത്രിയുടെ കീഴിൽ വരുന്ന സംവിധാനമല്ലേ. അദ്ദേഹം DGP-യെ വിളിച്ച് കോടതി ഇടപെടേണ്ടി വരുന്നത് എവിടെയാണ്? ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ കോടതിയിൽ പരാതിപ്പെടുന്ന സമയത്ത് കോടതി കണ്ടെത്തുന്ന നിരീക്ഷണങ്ങൾക്ക് നേരെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. ആ നിരീക്ഷണങ്ങൾ മനസമാധാന പ്രശ്നവുമല്ല, അവരുടെ റൂമുകളുടെ പ്രശ്നവുമല്ല, അവരുടെ സ്ട്രെങ്ത്തിന്റെ പ്രശ്നവുമല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയപ്പെടും. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ എല്ലാം വലുതാണ്, CI ആയാൽ SI ആയാൽ DYSP ആയാൽ എല്ലാവരും എന്റെ കാൽക്കീഴിൽ നിന്നോളം എന്ന ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റം, ആ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങൾ അതൊക്കെ അവിടെ നടപ്പിലാക്കാൻ ഉല്ലാസ് ബാബു പറഞ്ഞതിൽ കൃത്യമായ ഒരു പോയിന്റ് ഉണ്ട്.
ഡോക്ടർ ബി ജയരാജ്, അതായത് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ക്രൈം വാർത്തകളുടെ എണ്ണം വല്ലാതെ പെരുക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഒരു സിസ്റ്റം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണോ, അതോ ഉള്ള സിസ്റ്റത്തെ എങ്കിലും നേരെ നടത്താൻ കഴിവുള്ള ഭരണാധികാരി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണോ? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ സിസ്റ്റം ഇല്ലാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല. സിസ്റ്റം ഒക്കെ വളരെ സുവ്യക്തമാണ്. ഒരുപാട് പ്രമാദമായ കേസുകൾ വിത്തിൻ അവേഴ്സ്, വിത്തിൻ ഡേയ്സ്, 24 മണിക്കൂർ പോലും എടുക്കുന്നതിന് മുമ്പിൽ പല പല പ്രമാദമായ കേസുകളും പിടിച്ചിട്ടുള്ള ലോകത്തിലെ വേൾഡ്. ഡോക്ടർ ബി ജയരാജ്, കേരള പോലീസ് മിടുക്കന്മാരാണെന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ കേസുകളൊക്കെയും അങ്ങ് എടുത്തു നോക്കൂ. അതിന് പിന്നിൽ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഉണ്ടാകില്ല. ഇല്ല, കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതനുസരിച്ചിട്ടാണല്ലോ, ഒരു പ്രഷർ പോയിന്റ് നിർത്തിയിട്ടാണല്ലോ പല ഇൻവെസ്റ്റിഗേഷനും നടന്നിട്ടുള്ളത്. പല കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കേസുകൾ, അല്ലെങ്കിൽ നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയ കേസ്, ഇതൊക്കെ നമുക്ക് സമീപകാലത്ത് നടന്ന കേസുകളാണ്. പിന്നെ നമ്പർ ഓഫ് കേസസ് പെരുകുന്നു എന്ന് പറയുന്നത്, ഗുണ്ടകൾ പെരുകുന്നു, അതെന്ന് വെച്ചാൽ ചാർജ് ചെയ്യുന്ന കേസുകളുടെ എണ്ണം അത്ര കൂടുതലാണെന്നേ. ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും അത്ര ചാർജ് ചെയ്യുന്നില്ല, അത്രയധികം പോലീസ് ഫോഴ്സ്. അതെന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഒന്നാമതെന്ന് സ്വയം അഹങ്കരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ട് ക്രൈം കൂടുന്നു? ക്രൈം കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് ക്രൈം നടന്നാലും, ഈവൻ പോക്സോ കേസ് ആണെങ്കിലും എന്ത് കേസ്, മുമ്പൊന്നും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ അങ്ങ് പോവുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നും ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് രമ്യതപ്പെട്ടി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നില്ല. രമ്യതപ്പെട്ടി പറഞ്ഞുവിടുന്ന കേസുകളൊക്കെ വളരെ കുറവാണ്, തുച്ഛമാണ്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളുടെ എണ്ണവും പോപ്പുലേഷന്റെ എണ്ണം അനുസരിച്ച് അവർക്കത് ഇവിടുത്തെ ക്രൈം റേറ്റ് വെച്ച് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ കൂടുതലാണ്. കാര്യം നമ്മളുടെ റിപ്പോർട്ടഡ് കേസസ് കൂടുതലാണ്, അതാണ് അതിന് കാരണം. പിന്നെ ഇന്നത്തെ ഈ വിഷയം, ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞതിനകത്ത് ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ മനോഭാവം, അതിനകത്ത് എങ്ങനെ മാറാനാണ്? കാരണം ബ്രിട്ടീഷ് കൊളോണിയൽ ട്രെയിനിങ് അല്ലേ അവർക്ക് കൊടുക്കുന്നത്. IPC എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് കൊളോണിയൽ സംവിധാനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? അവരെ ഇത് ട്രെയിനിങ് കൊടുത്ത് ഇറക്കി വിട്ടിട്ട് മാറാൻ പോവുകയാണ്. സിസ്റ്റം മാറുകയാണ്. കാര്യം ജൂലൈ മാസം 1-ാം തീയതി തൊട്ട് ഭാരതീയ ന്യായ സംഹിത വരികയാണ്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വരികയാണ്. IPCയിൽ അടിമുടി, അതായത് ഈ ഗവൺമെന്റിന്റെ, BJP ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല നയങ്ങളിലൊന്ന്, വർഷാവർഷങ്ങളായിട്ട് എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത് തുറന്ന് സമ്മതിക്കാതെ വയ്യ, അതിനകത്ത് ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. IPCയിൽ ഒരു പൊളിച്ചെഴുത്ത് തന്നെ അത്യാവശ്യമാണ്. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് നടന്നു കഴിയുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും വരുത്തില്ലെന്നേ. അതാണ് നമ്മൾ ആ പോയിന്റിലേക്കാണ് പോകേണ്ടുന്നത്. അതാണ് സുപ്രധാനമായിട്ട് നീഡ് ഓഫ് ദ അവർ ആണ്. എത്രയോ നാളുകളായി വിവിധ ഗവൺമെന്റുകള് മുന്നിൽ പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഈ കൊളോണിയൽ സംവിധാനം, കൊളോണിയൽ ട്രെയിനിങ് മെത്തേഡ്, അടിമ ഉടമ വ്യവസ്ഥിതി, ഇതൊക്കെ അവസാനിപ്പിക്കണം. പറയുമ്പോൾ ഇടതു നിരീക്ഷകൻ എന്ന പേരൊക്കെ മാറ്റി രാഷ്ട്രീയ നിരീക്ഷകനെന്നോ സാമൂഹിക നിരീക്ഷകനെന്നോ ഒക്കെ ആക്കാൻ തോന്നുന്നുണ്ട്. അല്ല, ഞാൻ ലെഫ്റ്റ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ നല്ലത് മാത്രം പറഞ്ഞത്. കൃത്യമായിട്ട് ഒരുപാട് സാധനം ഈ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് സാമൂഹ്യ സേവനത്തിന് വിടുക. ഇത്തരം ആളുകളെ സാമൂഹ്യ സേവനത്തിന്, ആളുകളുടെ അടുത്ത് ഈ പറയുന്ന കുതിര കയറാൻ പോകുന്നവരെയും ചീത്ത വിളിക്കുന്നവരെയും മോശമായി ഇടപെടുന്നവരെയും, അതിനെന്തെങ്കിലും കാരണം പറയുന്നത്, ഇപ്പൊ സ്ത്രീധന, ഇപ്പൊ ഒരു ഭർത്താവിനെ ഭാര്യയെ കൊന്നിട്ട് പറയുന്നു പ്രൊവോക്ഡ്, അതൊരു വലിയ വിധിയാണ്, ഒരു കോടതി വിധിയാണ്. പ്രൊവോക്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡാണ് അതിനകത്ത് യൂസ് ചെയ്തത്. ആ പ്രൊവോക്കേഷൻ ഒന്നും പോലീസുകാർക്ക് അക്സെപ്റ്റബിൾ ഒന്നുമല്ല. പ്രൊവോക്കേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് സൈനികരുടെ ഉദാഹരണം എടുത്ത് കാണിച്ചു പറഞ്ഞത്. അങ്ങനെ പ്രൊവോക്കേഷനിൽ നിന്ന് അടിസ്ഥാനപ്പെടുത്തി ആടേണ്ടവരല്ല. ഇവർക്കൊരു ധാരണയുണ്ട്, ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ കയറേണ്ടതെന്ന്. ആ രീതിയിലുള്ള സൈക്കോളജിക്കൽ ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടുന്നത്. ജോർജ് ജോസഫ്, അങ്ങ് പോലീസ് സേനയുടെ ഭാഗമായിരുന്ന ഒരാളാണ്. ഇപ്പോഴും അതേ രീതി തന്നെ തുടരുന്നുവെന്ന ബോധ്യമാണ് ഹൈക്കോടതി നിരീക്ഷണത്തിലൂടെ പുറത്തു വരുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിച്ചു, പക്ഷേ പോലീസുകാരുടെ എണ്ണം കൂടിയോ? ഇത്രയും പോലീസുകാർ മതിയോ കേരളത്തിലെ ക്രമസമാധാനം നിയന്ത്രിക്കാൻ? അല്ല, അതാ ഞാൻ നേരത്തെ അത് പറഞ്ഞത്. ഇപ്പോഴും പോലീസിൽ ആവശ്യമുള്ള സ്ട്രെങ്ത് ഇല്ല. വളരെയധികം ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇവരെ ഒന്നും ലഭ്യമാക്കുന്നില്ല. അവിടുത്തെ ഒരു ജോലിക്ക് തീർച്ചയായും നൈറ്റ് പെട്രോൾ പോകുന്നത് നമുക്കറിയാമല്ലോ.
എല്ലാവരും നമ്മളെല്ലാം കിടന്ന് ഉറങ്ങുമെങ്കിലും ഓരോ പോലീസ് സ്റ്റേഷനിലെ പണ്ടത്തെ കാലത്ത് എത്ര ആളില്ലേലും ശരി, അവർ 4 പേരെങ്കിലും ആ ജൂറിസ്ഡിക്ഷനിൽ നൈറ്റ് പെട്രോൾ അയക്കും. അന്ന് അവർ നടന്നാണ് പോകുന്നത്. അങ്ങനെ ഇപ്പം അതൊന്നുമില്ല. ഇപ്പം കൃത്യമായിട്ട് വാഹനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഓഡ് അവേഴ്സിലൊക്കെ പോലീസ് ഉറക്കളച്ചിരിക്കുന്ന ആൾക്കാരാണ് എങ്കിലും നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ ചെല്ലുന്നെങ്കിൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നം നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കുള്ളൂ. രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്, ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നവരെയൊക്കെ തൂക്കിപ്പറക്കിക്കൊണ്ട് പോയല്ലേ പറ്റുള്ളൂ. പക്ഷേ അത് പല രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് വേണ്ടി വിളിക്കുന്നത് കൊണ്ടും ഈ രാഷ്ട്രീയമായ ചില വിധേയത്വം ഇവർക്കുള്ളത് കൊണ്ടുമൊക്കെ നടപടികൾ വരുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ ഫെയമായിട്ട് മുന്നോട്ട് പോകണം. ജാതി മതം നോക്കാം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് നോക്കാതെ തന്നെ നമ്മൾ നിയമം നടപ്പാക്കാൻ ശ്രമിക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് ഇമേജ് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. പൊതുജനങ്ങളുടെ മുമ്പിൽ പോലീസ് കാണിക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ഒരിക്കലും അരോചകമായിട്ട് തോന്നുന്നുണ്ട്, നമുക്കൊന്നും പിടിക്കുന്നില്ല. എത്രയോ പോലീസ് എത്രയോ നന്നായിട്ട് മാറേണ്ടിയിരിക്കുന്നു ഇനിയും. ശ്രീ ജോർജ് ജോസഫ് ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ. അതായത് ഒരു പോലീസ് സ്റ്റേഷനിലെ SHO അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ, അതാരോ ആയിക്കോട്ടെ, അവരൊക്കെയും 24 മണിക്കൂർ ഉണർന്നിരുന്ന് പട്രോളിംഗ് നടത്തിയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഈ കീഴുദ്യോഗസ്ഥർ, സാധാരണ പോലീസുകാർ എങ്ങനെയാണ് ഒരു അവധിയെങ്കിലും എടുക്കുക? സ്വാഭാവികമായി അവരുടെ കുടുംബവുമായുള്ള അടുപ്പം അകൽച്ചയിലേക്ക് മാറും. അവരുടെ ആവശ്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ വരും. എനിക്കറിയാം, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായ പോലീസുകാരന് കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് ആ കുടുംബത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു. അങ്ങനെ കുടുംബത്തിൽ നിന്നകന്ന്, സമൂഹത്തിൽ നിന്നകന്ന് ഒരു പോലീസ് ജീപ്പിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസിനുള്ളിലേക്ക് മാത്രം ചുരുങ്ങി ക്രിമിനലുകൾക്കിടയിലേക്ക് മാത്രം ഇറങ്ങിച്ചെല്ലുന്ന ഒരു പോലീസുകാരന് മാനസിക സമ്മർദ്ദം താങ്ങാനാകുന്നതിനും അപ്പുറമല്ലേ? കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 6 പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത്. അതിൽ 5 പേരും 6 ദിവസത്തിനിടെയാണ് മരിച്ചത്. നമ്മൾ പോലീസിൻ്റെ മറുവശം കൂടി കാണാതെ എങ്ങനെ? തീർച്ചയായിട്ടും അതെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ കഴിഞ്ഞ ആഴ്ചയിൽ 5-8 പേര് സൂയിസൈഡ് ചെയ്തു. ഏകദേശം 10-68 പേര് ഈ അടുത്ത കാലത്ത് സൂയിസൈഡ് ചെയ്ത കണക്കൊക്കെ നമുക്കറിയാം. കാരണം സമ്മർദ്ദം കൂടുതലാണ്, അവരുടെ സ്വകാര്യമായ അവരുടെ കുടുംബത്തിട്ട് പോകാൻ സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പോലെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു പരിഷ്കാരം നടന്നത് SHO എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സബ് ഇൻസ്പെക്ടർമാരായിരുന്നു. ഇപ്പോൾ അത് മാറി അവർ സർക്കിൾ ഇൻസ്പെക്ടർ ലെവലിലേക്ക് വന്നപ്പം ആ പോലീസ് വളരെ ക്വിക്കായിട്ട് ചെയ്യുന്ന പല നടപടികളും വളരെ സ്ലോ ആയിപ്പോയെന്ന് ഞാൻ പറയണേ. ചെറുപ്പക്കാരെ തന്നെ പോലീസ് സ്റ്റേഷൻ, അത് ഇനി ഗവൺമെൻറ് ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. SHOമാർ സബ് ഇൻസ്പെക്ടർമാരെ ആക്കി തന്നെ വെക്കണം. കാരണം അവർ രാവും പകലും അവർ ഒരു 10-15 വർഷമെങ്കിലും ആ പോസ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് അവർ ജോലി ചെയ്യും. അവർ അത് തന്നെയല്ല, അവരുടെ ഒപ്പം മറ്റ് പോലീസുകാർ പോയെങ്കിലും ചിലർക്കൊക്കെ അവർ കൃത്യമായിട്ട് റെസ്റ്റ് കൊടുത്തിരിക്കും. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. കൂടുതൽ ദിവസം അവർ ജോലി ചെയ്യുന്നവർക്ക് കമ്പൽസറി ആയിട്ട് പറഞ്ഞു വിടും. കാരണം അവർ പോകാൻ തയ്യാറാകാതെ ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ വീണ്ടും വർക്ക് ചെയ്തെന്ന് വരും. പക്ഷേ അങ്ങനെയല്ല, അവർക്ക് കമ്പൽസറി ആയിട്ട് കൊടുക്കണം. 7 ദിവസം ഡ്യൂട്ടി ചെയ്യുന്നതൊക്കെ അത് എത്ര സ്ട്രെങ്ത് കുറഞ്ഞാലും നമ്മൾ കൊടുക്കും. ഒരു 10 പേർക്ക് കൊടുക്കേണ്ടത് ചിലപ്പോൾ ഒരു 4 പേർക്ക് 5 പേർക്കേ കൊടുക്കാൻ ഒക്കുള്ളൂ ചില പ്രശ്നങ്ങൾ കാരണം. പക്ഷേ അങ്ങനെ ആ രീതിയിലേക്ക് പോലീസ് മാറണം. ആവശ്യമായ റെസ്റ്റ് അവർക്ക് കൊടുക്കണം. അവർക്ക് കുടുംബമായിട്ട് അവർ ഒന്നിച്ച് കഴിയാനുള്ള ആഴ്ചയിൽ 1 ദിവസമെങ്കിലും അവർക്ക് അവസരം കൊടുക്കണം. ഇതെല്ലാം മേലുദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം. ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നമായില്ല. അവിടെ അല്ല സാർ, ഒരു വശത്ത് ക്രൈം കൂടുന്നു, മറുവശത്ത് പോലീസുകാരുടെ എണ്ണം കുറവാണ്. അവരെങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുക? അപ്പോൾ സ്വാഭാവികമായും ആ സ്റ്റേഷനിലെ മേലുദ്യോഗസ്ഥന് പോലും ഉറക്കമിളച്ചിരിക്കേണ്ട അവസ്ഥയാണല്ലോ. പിന്നെ എങ്ങനെയാണ്? അതങ്ങനെയല്ല. അത് പോലീസിൻ്റെ വർക്കെന്ന് പറയുന്നത് രാവിലെ 6 മണിക്ക് ഞങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 3 മണിയാകുമ്പോഴേ ചോറിനാൻ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഉറക്കം, ഉച്ച കഴിഞ്ഞ് 1 മണിക്കൂർ കിടന്ന് ഉറങ്ങും. രാത്രി എന്തായാലും ലേറ്റ് ആവും. അങ്ങനെ ആ 3-നും 4-നും ഇടയ്ക്കൊക്കെ അങ്ങനെയായിരുന്നു നേരത്തെ സിസ്റ്റം. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി 1 മണി 2 മണി 3 മണിക്കൊക്കെയാണ് വീട്ടിൽ പോകുന്നത്. ഇതാണ് ഒരു SHO എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് ഒരു സബ് ഇൻസ്പെക്ടർ ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിനൊന്നും ഇനിയും അങ്ങനെ തന്നെ പോകണം. കാരണം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയി കഴിയുമ്പോൾ വ്യത്യാസം വന്നു, അയാളുടെ നോട്ടത്തിലും കാഴ്ചപ്പാടിലൊക്കെ വ്യത്യാസം വന്നു. നമുക്ക് ഈ ഗുണ്ടകളെ ഒതുക്കി നിർത്തണമെങ്കിൽ ചെറുപ്പക്കാരായ SHOമാർ സബ് ഇൻസ്പെക്ടർമാർ തന്നെ വേണം. കാരണം മറ്റവരൊപ്പം ഓടിയും ചാടി അവന്മാരെ പിടിക്കണം.
അപ്പോൾ അതുകൊണ്ട് അത് അവിടെയാണ് ഇപ്പം തെറ്റുപറ്റിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് 40-45 വയസ്സുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാർ വന്നിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ചെറുപ്പക്കാർ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കില്ല. കാരണം അപ്പോൾ അതുകൊണ്ട് SHOമാരെ വീണ്ടും നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരും. പോലീസ് സ്റ്റേഷനിലെ ചാർജ് സബ് ഇൻസ്പെക്ടർ അതിലെ കൂടെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഞാൻ ഈ ജനറൽ ഡിബേറ്റിന് കീഴിൽ വരുന്ന കമന്റുകളൊന്ന് വായിച്ചു നോക്കുകയായിരുന്നു. അതിൽ വളരെ രസകരമായ ഒരു കമന്റ് ഉണ്ട്. സ്റ്റേഷൻ ഓഫീസർക്ക് മുകളിലാണ് ബ്രാഞ്ച് സെക്രട്ടറി, അതിൽ തന്നെ ഇല്ലേ എല്ലാം. അതിൽ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാം. ജോർജ് ജോസഫ് അദ്ദേഹം അതിനകത്ത് ഉള്ളത് കൊണ്ട് അത് പോളിഷായിട്ട് തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കും. നമ്മൾ ഇതിനകത്തൊരു രാഷ്ട്രീയം കാണണം, BJP രാഷ്ട്രീയം കാണണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ എവിടെയാണ് ഒരു ജോലി, പോലീസ് സേനയിൽ ഒരു ജോലി കിട്ടുന്ന സമയത്ത് അവരുടെ ട്രെയിനിങ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞു വരുന്ന സമയത്ത് ഇതേപോലെ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ തൊഴിൽ കൂടുതലും ചെയ്യേണ്ടി വരുമെന്നും അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇവരെല്ലാവരും ജോലിക്ക് വരുന്നത്. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ജോർജ് ജോസഫ് സാർ അത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ക്രിമിനൽ കേസുകളിൽ 1-5 കൂടുതൽ ആളുകൾ, 5 കേസുകളിൽ കൂടുതലുള്ള ക്രിമിനൽ കേസുകളുള്ള പോലീസുകാരെ ഒന്ന് തൃശ്ശൂർ മുതൽ മറ്റേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. പച്ചവെളിച്ചം പോലെയുള്ള മറ്റ് സംവിധാനങ്ങൾ പോകുന്ന ഗ്രൂപ്പ് സിസ്റ്റം കൊണ്ടുവന്നത് ഈ പോലീസ് സംവിധാനത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറയുന്നത് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി FIR ഇടുന്ന സിസ്റ്റം ഇവിടെ ഇല്ലാതെ ജോർജ് ജോസഫ് പറയാൻ പറ്റുമോ? പാർട്ടി ഓഫീസിൽ നിന്ന് ഇന്ന സെക്ഷൻ ഇട്ടാൽ മതി. ഇപ്പൊ ഏറ്റവും ചുരുക്കം കാര്യം അടി ഉണ്ടായി, 326 ഇടണ്ട, 323 ഇട്ട് അങ്ങ് അവസാനിപ്പിച്ചേക്ക് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് റാൻമൂളികളായി നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോലീസ് സംവിധാനം വന്നിട്ടുണ്ട്. ഇല്ല എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. മാനസിക സമ്മർദ്ദങ്ങൾ അടക്കമുള്ള, തൊഴിലിന്റെ സമയം കൂടുതലടക്കമുള്ള, മറ്റ് പ്രയാസങ്ങളടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ തൊഴിലിന്റെ ഒരു പ്രത്യേകത അതാണ്. ഈ തൊഴിലിന്റെ പ്രത്യേകത നാടിന്റെ നിയമവാഴ്ച കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു വിഭാഗമായത് കൊണ്ട് തന്നെ അതിനകത്ത് അതീവ ശ്രദ്ധയും അതീവ സമയവും കൂടുതൽ ഇതിൽ കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഈ ജോലിയുടെ കാര്യം അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നുണ പറയണതല്ലല്ലോ. പത്രത്താളുകൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഒരു ദിവസം പത്രം എടുത്താൽ അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അച്ഛനെ കൊല്ലുന്നു, കാമുകൻ കാമുകിയെ കൊല്ലുന്നു, വിഷം ചേർത്ത് കൊടുക്കുന്നു, ഇങ്ങനെ കൊലപാതകങ്ങൾ, ബഹളങ്ങൾ. അപ്പോ എന്താണ് നേരത്തെ ജയരാജ് സാർ പറഞ്ഞത്? ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെയാണ് സാർ നമ്മുടെ ചോദ്യം. ക്രിമിനൽ ആക്ടിവിറ്റികൾ കൂടുതൽ ഉണ്ടാകുന്ന സംസ്ഥാനമായിട്ട് അതിന്റെ വിളനിലമായി കേരളം മാറുന്നത് എന്തുകൊണ്ടാണ്? ഭരിക്കുന്ന സർക്കാരുകൾ, അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ മൂന്നാം മുന്നണി ആയിക്കോട്ടെ, ഭരിക്കുന്ന സർക്കാരുകളുടെ കഴിവുകേടുകളാണ് അവർക്ക് താഴെയുള്ള ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗത്തെ കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനത്തെ കൃത്യമായി ലൈനപ്പ് ചെയ്യേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അവിടെ സർക്കാർ പരാജയപ്പെടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ ബാഗു വഴിഞ്ഞാടി അവരുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തുന്നു, മറ്റവര് വഴിഞ്ഞാടി അവരുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തുന്നു. അങ്ങനെ വരുമ്പോ ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് സാധാരണക്കാർ മാറുന്നു എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് ഒരു നീതിയുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആളുകൾ എന്ത് ചെയ്യണം? പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറയിപ്പിക്കാം. പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അവന് നീതിയുണ്ട്. ഏത് ഭരിക്കുന്ന വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഇന്നും തുടങ്ങിയതൊന്നല്ല. ഭരിക്കുന്നവരുടെ ചട്ടുകങ്ങളായി മനസ്സിനെ പണയം വെക്കുന്ന ശൈലിയിലേക്ക് പോലീസ് ഓഫീസർമാർ മാറിയ അന്നു മുതൽ തുടങ്ങി കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിലെ സൂത്രപ്പണികൾ. അവിടെയാണ് പ്രശ്നം. ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഒരു പോലീസിനെ പിടിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഓരോന്നെടുക്കാം. മദ്യപിച്ചും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന ഓഫീസർമാർ കുറവാണോ ഈ സേനയിൽ? എല്ലാ മേഖലയിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടുള്ള സിസ്റ്റം നടപ്പിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഭരണകൂടത്തിന്റെ അവസ്ഥ കൊണ്ടാണ് ഈ സിസ്റ്റം ഇങ്ങനെ നശിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. അത് ഈ സാധാരണ രീതിയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ സ്ഥലം മാറ്റം കിട്ടിയവരെ തിരികെ പ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇത്തവണ ഇതുവരെയും അത് നടന്നിട്ടില്ല. അതായത് CPM ജില്ലാ നേതൃത്വം നൽകുന്ന പട്ടിക പ്രകാരം വേണം സ്ഥലം മാറ്റം എന്നാണ് കേൾക്കുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായൊരു വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ കത്തും ശുപാർശയുമല്ലേ പോലീസിനെ വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും അതിനകത്ത് ഏത് മുന്നണി ഭരിച്ചാലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവും. കാര്യം നിയമ സംവിധാനത്തിനകത്ത് രാഷ്ട്രീയ ഇടപെടൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് തടയാനൊന്നും പറ്റില്ല. കാരണം പൊതുപ്രവർത്തകരാണ്. ഇപ്പം അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു ആണെങ്കിലും ജോർജ് ജോസഫ് ആണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ
പല പല കാര്യങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ ചെല്ലാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റെക്കമെൻഡേഷൻ കൊണ്ടായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കും പോകുന്നത്, നമ്മുടെ ഒരു പരിചയക്കാരനെ പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അതിന്റെ കാര്യത്തിന് വേണ്ടി പോകുന്നത്. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്ന് എവിടെ നിന്നാണ് നമ്മളുടെ പ്രതിക്ക് പെട്ടെന്ന് ഒന്ന് ഇറക്കി കൊണ്ടുവരാൻ പറ്റുന്നതെന്നുള്ള സോഴ്സ് നമ്മൾ ഉപയോഗിക്കും. അത് സോഫ കാണാൻ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല, അത് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും അങ്ങ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു, ഊരിക്കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് കേസുകൾ കൂടുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രേഖപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. മറ്റു പല സംസ്ഥാനം, ഇപ്പൊ ചെന്നൈയിൽ ഞാൻ പോയപ്പോൾ ഒരാഴ്ച ഒരു സ്ട്രീറ്റിൽ ഞാൻ താമസിച്ചപ്പോൾ ഒരു 7 സെൽഫ് ഇമോളേഷൻ കണ്ടു. നേരിട്ട് ഞാൻ കണ്ടതാണ്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക, പക്ഷെ ഒരൊറ്റ എണ്ണം റിപ്പോർട്ട് ചെയ്യത്തില്ല, അവിടെ അടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ അവർ അക്കൗണ്ടബിൾ ആണ്, അവർക്കെതിരെയുള്ള അക്രമങ്ങൾ അക്കൗണ്ടബിൾ ആണ്, എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് കേസുകളുടെ എണ്ണം. അല്ലാതെ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ നശിച്ചതുകൊണ്ടോ ഇവിടുത്തെ വല്ല ഭരണ സംവിധാനം തകരാറിലായതുകൊണ്ടോ ഒന്നുമല്ല. ആ ഒരു അർത്ഥത്തിൽ അതിനെ എടുക്കരുത്. കൃത്യമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യുന്നത് ഇവിടുത്തെ പോലീസ് ഫോഴ്സിന്റെ ചിട്ടയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ലെവലുകൊണ്ട് അവരുടെ ഓർഗനൈസേഷന്റെ സ്കിൽസ് കൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ അതിന് അതീതമായെന്ന് ചിന്തിക്കേണ്ടി വരും. എന്താണ് അവരുടെ നേച്ചർ ഓഫ് വർക്ക്, എങ്ങനെയാണ് ഇത് ഡോക്യുമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നൊക്കെ അഡ്വക്കേറ്റിന് ഞാൻ പറഞ്ഞു തരേണ്ടുന്ന കാര്യമില്ല. എന്നാലും നമുക്ക് ആരോപണം നടത്തണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ആരോപണം നടത്താം. ഈ രാഷ്ട്രീയ ഇടപെടൽ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെയൊക്കെ പ്രീ ഡിഗ്രി സമയത്ത് കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയം പോലീസ് സ്റ്റേഷനിൽ ഭരിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ പ്രദേശത്ത് RSS പ്രവർത്തകരാണ്, BJP പ്രവർത്തകരൊക്കെ ആയിരുന്നു. അതാണ് കാലാകാലങ്ങളായുള്ള ഈ പ്രവർത്തന രീതിയാണ് പ്രശ്നം. ശ്രീ ജോർജ് ജോസഫ്, നോക്കൂ, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് പലതിൻ്റെയും തലക്കെട്ട്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പേടി കൂടാതെ ചെന്നുകയറി ഒരു കാര്യം പറയണം, അല്ലെങ്കിൽ യുവാക്കൾക്ക് പറയണം, അല്ലെങ്കിൽ ആലംബരായ ആൾക്കാർക്ക് ചെന്നിട്ട് അഭയമില്ലാത്തവർക്ക് ചെന്നൊരു പരാതി പറയണമെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അതായത് ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിലേക്ക് പേടിച്ചു കയറി ചെല്ലേണ്ടവരാണോ പൊതുജനം? ജനമൈത്രി എന്നൊക്കെ പറയുന്നത് നല്ല വാക്കാണ്, കേൾക്കാൻ ഇമ്പമുണ്ട്. പക്ഷേ അതനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇന്നും ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കാര്യം നടത്താൻ പറ്റുകയുള്ളൂ. സ്വതന്ത്രമായിട്ട് ആൾക്കാർ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ വന്ന് കാര്യം നടത്താൻ പോകുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും ഒരു രാഷ്ട്രീയ വിധേയത്വമില്ലാത്തവരൊക്കെ തന്നെ ആയിരിക്കണം പോലീസ് സ്റ്റേഷനിൽ. അല്ലെങ്കിൽ ഏത് ഭരണം വന്നാലും നമുക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിലെ ഇപ്പോൾ നേരത്തെ അതുപോലെ ജയരാജ് പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. 174 ഒരു സൂയിസൈഡ് ആയാലും ശരി, ഈ ഏത് സംഭവമായാലും ശരി, ഒരു പെറ്റീഷൻ കൊടുത്താലും കൃത്യമായിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനും അത് രജിസ്റ്റർ ചെയ്ത് ഡോക്യുമെൻ്റ് അവർക്ക് റെസിപ്റ്റ് കൊടുത്ത് അതവിടെ ഫയൽ ചെയ്യുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഇതില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കേരളത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും പോലീസ് ഒരു നല്ല പ്രവൃത്തി അവരോട് കാണിക്കുന്നില്ല എന്ന് പൊതുജനങ്ങൾ പറയുന്നത്? അത് ചില വ്യക്തികൾ പോലീസ് സ്റ്റേഷനിലുള്ള രാഷ്ട്രീയപരമായ ചിന്തകളോടുകൂടി ചിലരെ കാണുന്നു. കാരണം ഒരു പോലീസ് അസോസിയേഷൻ, ഞാൻ പണ്ട് പോലെ പറയുമ്പോൾ എൻ്റെ അടുത്ത് പലർക്കും അത് ഒരു മോശമായ റിമാർക്കൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ പോലീസ് അസോസിയേഷനൊന്നും പോലീസിൽ വേണ്ട. പട്ടാളക്കാർക്ക് അസോസിയേഷൻ ഇല്ലല്ലോ, ഇതൊരു പാരാമിലിറ്ററി അല്ലേ, നമുക്കത് വേണ്ട. അപ്പോൾ അത് നിർത്തണം. അത് തന്നെയല്ല, പോലീസിൽ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ടെങ്കിൽ അവർ അവിടുത്തെ SP അടുത്തോ അവന് മുകളിലോട്ടുള്ളവരുടെ അടുത്ത് പറയുക. പോലീസ് സ്റ്റേഷൻ സ്വതന്ത്രമായി അവർക്ക് നിയമപരമായി കാര്യങ്ങൾ നടത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. അതിനുശേഷം അവരെന്തെങ്കിലും കാണിച്ചുകൊണ്ട് നമുക്ക് ശക്തമായ നടപടി എടുക്കാം. കോടതി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് വളരെയധികം പോലീസ് ഇനിയും മാറേണ്ട. സ്വതന്ത്രമായി സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് അവർക്ക് കൃത്യമായ ഒരു പരാതി കൊടുക്കാനും അതിന് നടപടി ഉണ്ടാകാനും. ഞങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു പെറ്റീഷനായിട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഒരാളെ ആ സ്പോട്ടിൽ പറഞ്ഞു വിടുകയാണ്. നമുക്കറിയാം, അതിലൊക്കത്തെ 2 സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടാക്കിയ ഒരാൾ കുറച്ച് കൂടുതൽ തെറി വിളിച്ചാൽ നിന്നെ ഇപ്പം കാണിച്ചു തരാവിടെ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നത്. അന്നേരം പോലീസ് വന്നില്ലെങ്കിൽ വളരെ മോശമല്ലേ? കൂടെ പോകണം. ഒരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ഞങ്ങൾ ഏതെങ്കിലും 2 പോലീസുകാരെ കൂടെ പറഞ്ഞയക്കും. കാരണം ഇമ്മീഡിയറ്റ് ആക്ഷൻ വരുമ്പം പലർക്കും
അത് പോലീസിനോട് ബഹുമാനം തോന്നും, രണ്ടാമത് പ്രശ്ന പരിഹാരവും നടക്കും, രണ്ട് കൂട്ടരെയും വിളിച്ചിട്ട് പ്രശ്നം തീർക്കും. ഇപ്പോൾ അങ്ങനല്ല കാര്യങ്ങൾ. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള തീരുമാനം പോലീസ് സ്റ്റേഷനിൽ നടന്നാൽ നമുക്ക് നീതി കിട്ടൂല. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ആ ഒരു സിസ്റ്റം മാറണം. രാഷ്ട്രീയ പാർട്ടികൾ അത് ചിന്തിക്കണം. കഴിവുള്ളിടത്തോളം ഇടപെടേണ്ട, നല്ല പോലീസ് ഓഫീസർ വന്നിരിക്കട്ടെ, അവർ കാര്യങ്ങൾ എല്ലാം ഏതായാലും പോലീസുകാരുടെ പെരുമാറ്റം നന്നാകണമെന്ന DGPയുടെ സർക്കുലർ ഉണ്ട്. അത് ഇടയ്ക്കിടെ ഇറങ്ങാറുണ്ട്, മാധ്യമങ്ങളിൽ വരാറുണ്ട്. പക്ഷേ അപ്പോഴും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന പോലീസുകാർ ഇവിടെയുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുമില്ല.